ഇന്ന് ഞാനും അമ്മയും കൂടെ മധുരയ്ക്കൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ട്രിപ്പല്ല, ശരിക്കും നമ്മൾ മധുരൈ മീനാക്ഷി ടെമ്പിളിൽ തൊഴാനാണ് പോണത്. ഞങ്ങൾ 2 പേരും മാത്രമല്ല, ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരാളും കൂടെ ഉണ്ട്. വേറെ ആരുമല്ല, അമ്മാമ്മയാണ് കേട്ടോ. അമ്മയുടെ അമ്മയാണ്. ഞങ്ങൾ 3 പേരും മാത്രം ഇതുപോലൊരു യാത്ര പോകുന്നത് ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ്. എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹം കേട്ടോ സാധിച്ചത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ 2 അമ്മക്കിളികളും കൂടെ ആ ഒരു വിൻഡോ കൂടെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മധുര എത്തി. നമ്മളൊരു സ്ലീപ്പർ കോച്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, MLT ട്രാവൽസിൻ്റെ. അവിടെ സർവീസ് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് അവിടെ മധുരൈ സ്റ്റാൻഡിലെത്തി. നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മൾ റൂമിലേക്ക് വന്നു. പ്രീ ബുക്കൊന്നും ചെയ്തില്ല. അമ്പലത്തിനടുത്തായിട്ട് നമ്മളൊരു റൂം എടുത്തു. ജസ്റ്റ് ഫ്രഷപ്പിനായിരുന്നു, ഞങ്ങൾക്ക് നൈറ്റ് സ്റ്റേ ഒന്നുമില്ല. അങ്ങനെ റൂമിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ 3 പേരും 3 കാര്യങ്ങളാണ് കഴിച്ചത്. അതിനുശേഷം തിരിച്ച് റൂമിൽ വന്ന് റെഡി ആവണേക്ക് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. അതിൻ്റെയാണ് ആ കുപ്പികളൊക്കെ കയ്യിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മുല്ലപ്പൂവൊക്കെ വാങ്ങി. അമ്മ എനിക്കത് ചൂടി തന്നു. മുല്ലപ്പൂ ഇല്ലാതെ ഒരു അമ്പല ദർശനം എനിക്ക് ഫുൾഫിൽ ആവില്ല. അമ്മയ്ക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി നടന്നു. ഇപ്പോഴും അമ്പലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, റിനോവേഷൻ നടക്കുകയാണ്. കുറച്ച് വർഷങ്ങളായി, 2-3 വർഷമായി ആക്ച്വലി റിനോവേഷൻ നടക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, പെട്ടെന്ന് കഴിയട്ടെ എന്തായാലും. അപ്പോഴേ ആ അമ്പലത്തിൻ്റെ ഒരു ഭംഗി, പുറത്തുനിന്നുള്ള ഭംഗി ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അകമൊക്കെ ഇപ്പോഴും കാണാൻ ഭയങ്കര അടിപൊളിയാണ്. എത്രയും ഒരു ആർട്ടിസ്റ്റിക്കായിട്ടുള്ളൊരു അമ്പലം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഡയറക്റ്റ്. അപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞു. നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല, അപ്പോൾ അതൊന്നും നമ്മുടെ വീഡിയോയിലില്ല. ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിച്ചു. നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് ടൈം ആയിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. ലഞ്ച് കഴിച്ച് വീണ്ടും അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് വന്നു. ചെറിയ കുറച്ച് തട്ടിക്കൂട്ട് ഷോപ്പിംഗ് കൂടെ ഉണ്ട് നമുക്ക്. എനിക്കൊരു സാരി വാങ്ങിക്കണം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് വരാണ്. അപ്പോൾ ഞാൻ മധുരയിൽ നിന്നൊരു സാരി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സാരി എടുത്തു. ഇതിൽ കാണിക്കുന്നില്ല, ഞാൻ ആ ബിറ്റൊക്കെ എടുക്കാൻ വിട്ടുപോയി. ബിക്കോസ് ഒരു 3-4 കടകൾ കയറി ഇറങ്ങിയിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം കിട്ടിയത്. ലൈക്ക് എൻ്റെ ബഡ്ജറ്റിലും ഇഷ്ടപ്പെട്ടതുമായിട്ട് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് സെയിം ബസ് തന്നെയായിരുന്നു കേട്ടോ, തിരിച്ച് പോവാണ്. ഹാപ്പിയാണ് എല്ലാവരും. അപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് ട്രിപ്പിന് പോകാൻ പറ്റട്ടെ. അപ്പോൾ ബൈ.